ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, സ്ട്രോങ് ആയിരിക്കുന്നു, യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ നോക്കുന്നത് തേർഡ് പാർട്ടി റീഡിംഗ് ആണ്. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണെങ്കിൽ, ലവ് തേർഡ് പാർട്ടി ആയാലും ഫാമിലി ആയാലും ഏത് തന്നെ തേർഡ് പാർട്ടി ആയിരുന്നാലും തേർഡ് പാർട്ടി ഉള്ള വ്യക്തികൾ മാത്രം കാണുക. ഇല്ലാത്ത തേർഡ് പാർട്ടിയെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, ഇത് ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്കിത് പേഴ്സണൽ റീഡിംഗ് ആയിട്ട് നിങ്ങൾ എടുക്കരുത്. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളുടെയും പേഴ്സൻ്റെയും എനർജി എന്താണെന്ന് നോക്കാം. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. നമുക്ക് ആദ്യം നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു എന്ന്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഓക്കെ, നമുക്ക് നോക്കാം എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെയും റിലേഷൻഷിപ്പിൽ ഉള്ള പാസ്റ്റ് എന്തായിരുന്നു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്തായിരുന്നു പാസ്റ്റ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെയും പേഴ്സൻ്റെയും റിലേഷൻഷിപ്പിലുണ്ടായിരുന്ന പാസ്റ്റ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഏറ്റവും കറക്റ്റ് റീഡിങ് തന്നതിനാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് നിങ്ങളുടെ ലോകം തന്നെയായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും നീയാണ് എൻ്റെ ലോകം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. നിറഞ്ഞ് കവിയുന്നതായിട്ടുള്ള സ്നേഹങ്ങളായിരുന്നു നിങ്ങളുടെ ഇടയിലുണ്ടായിരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇടയിൽ മറച്ചു വെക്കാനായിട്ട് ഒരു കാര്യവും തന്നെ ഇല്ലായിരുന്നു. നിങ്ങളുടെ ഇടയിൽ പരസ്പരം മറച്ചു വെപ്പില്ലായിരുന്നു. എന്ത് കാര്യമുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ എന്താണെങ്കിലും അത് നിങ്ങളോട് ഓപ്പണായിട്ട് പറയുകയും നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഓപ്പണായിട്ട് നിങ്ങളുടെ പേഴ്സണോട് പറയുകയും ഒക്കെ ചെയ്തിരുന്നു. നിങ്ങൾ തന്നെയാണ് അവരുടെ ലോകം. എന്തുണ്ടെങ്കിലും നിങ്ങളില്ലാണ്ട് അവർക്ക് അതൊന്നും ആകില്ല. ജീവിതത്തിൽ എന്ത് സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തങ്ങളിൽ ഷെയർ ചെയ്തിരുന്നു. ഓക്കെ, നിങ്ങൾ പരസ്പരം ഭയങ്കര സ്നേഹത്തിലായിരുന്നു. ഇതൊരു സിറ്റുവേഷനിലായിരുന്നാലും നിങ്ങൾ അതെല്ലാ കാര്യങ്ങളും നിങ്ങളോട് വന്ന് ഷെയർ ചെയ്യുന്നതായിരുന്നു അവർക്ക് ഏറ്റവും കൂടുതൽ സമാധാനം. ലൈഫിൽ എന്ത് നടന്നിരുന്നാലും നിങ്ങളെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ഷെയർ ചെയ്യുമായിരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്ന ഒരു സമാധാനം തന്നെയായിരുന്നു. നിങ്ങളുടെ ഇടയിൽ മറ്റൊരു വ്യക്തികളും ഇല്ലായിരുന്നു. ഒരുപാട് സന്തോഷിച്ചു. 2 ഓഫ് കപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു സ്നേഹമാണ്. ഒന്നിനും വേണ്ടിയിട്ടല്ല, പണത്തിന് വേണ്ടിയിട്ടല്ല, ശരീരത്തിന് വേണ്ടിയിട്ടല്ല, ഒന്നിനും വേണ്ടിയിട്ടല്ല. നിങ്ങൾ പരസ്പരം സ്നേഹിച്ചതിന് ആത്മാക്കൾ തങ്ങളെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിരുന്ന ദിവസങ്ങളുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾ ഒരാത്മാവിൻ്റെ പകുതി തന്നെയാണോ രണ്ടുപേരും എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോയി. നിങ്ങളുടെ പേഴ്സൺ വിളിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ കോൾ ചിലപ്പോൾ അവിടെ ചെല്ലുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ ഓർക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ കോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വരും, മെസ്സേജ് വരും. എന്നുവെച്ചാൽ അത്രയ്ക്കും ബോണ്ട് നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു ഹെൽത്ത് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് തന്നെയായിരുന്നു നിങ്ങളുടെ ഇടയിലും ഉണ്ടായിരുന്നത്. ആദ്യകാലത്താണ്, പാസ്റ്റിലെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, ചില വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിൽ എന്തോ ഒന്ന് അവസാനിച്ചതിന് ശേഷമാണ് ഈ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങുന്നത്. ഓക്കെ, നിങ്ങളുടെ ലോകം തന്നെ മാറ്റി മറച്ച ഒരു റിലേഷനായിരുന്നു ഇത്. നിങ്ങൾ ഒരുപാട് പെയിനായിട്ട് അനുഭവിച്ച് ജീവിച്ച് വന്നിരുന്ന സ്ഥലത്ത് നിന്നും ഈ ഒരു സന്തോഷവും ഒക്കെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു. ഒരുപാട് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഈ റിലേഷൻ ഒരിക്കലും നിങ്ങൾക്ക് നശിച്ചു പോകില്ല, നിങ്ങളുടെ ജീവിത അവസാനം വരെയും ഈ ഒരു വ്യക്തി എൻ്റെ കൂടെ ഒപ്പം ഉണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നു. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു കംപ്ലീഷൻ എന്ന് നിങ്ങൾ വിചാരിച്ചു. ഈ റിലേഷനാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കംഫർട്ടായിട്ടുള്ള ഒന്നാണെന്ന് നിങ്ങൾ വിചാരിച്ചു. ഓക്കെ, നിങ്ങൾ ചില വ്യക്തികൾ ഒരുമിച്ച് യാത്രയൊക്കെ പോയിട്ടുണ്ടായിരിക്കാം. എല്ലാവർക്കും ഇത് റെസനേറ്റ് ആയിട്ടില്ലെങ്കിലും മറ്റ് ചില വ്യക്തികൾക്ക് ഇത് റെസനേറ്റ് ആകും. നിങ്ങൾ പരസ്പരം ഒരുമിച്ചുള്ള ഒരു യാത്ര, ഒരു സെലിബ്രേഷൻ ഒക്കെ നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കും. മറ്റ് ചില വ്യക്തികൾ വിവാഹത്തിന് വരെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, മറ്റ് ചിലവർ വിവാഹം കഴിച്ചിരുന്നു. ഇതെല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്ന വ്യക്തികൾ മാത്രം എടുക്കുക. ചില വ്യക്തികൾ വിവാഹം കഴിച്ചിരുന്നു, മറ്റ് ചില വ്യക്തികൾ വിവാഹം കഴിക്കാമെന്നുള്ള വാഗ്ദാനങ്ങളൊക്കെ തന്നിരുന്നു.
ഒരുപാട് സന്തോഷവും ഒക്കെ ആയിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്. അപ്പോൾ പാസ്റ്റ് വന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? നിങ്ങളുടെ പരിചയപ്പെട്ട സമയത്ത് നിങ്ങൾക്കുള്ള ലോകം തന്നെയായിരുന്നു നിങ്ങളുടെ പേഴ്സൺ. അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹം തന്നെയായിരുന്നു. നിങ്ങൾ ആ വ്യക്തിയെ ഒരുപാട് വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഇടയിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് വന്നു. ഓക്കെ, നിങ്ങൾ മറ്റൊരു വ്യക്തിയോടൊപ്പം പോകാൻ പാടില്ല, മറ്റൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരാൻ പാടില്ല. അത് കണക്ക് തന്നെ നിങ്ങളും തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരുടെ ഇടയിലും കമ്മിറ്റ്മെൻറ്റ് വന്നു. മറ്റു ചിലവർ വിവാഹം കഴിക്കാമെന്ന് ചിന്തിച്ചു, മറ്റു ചിലവർക്ക് വാഗ്ദാനങ്ങൾ തന്നു, ഞാൻ നിൻ്റെ ജീവിത അവസാനം വരെ നിന്നോടൊപ്പം ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങളും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു. അപ്പം നമുക്കിത് ക്ലാരിഫൈ ചെയ്യാം. ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് 21, 6, 2. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന ലെറ്റേഴ്സ് എസ് വന്നിട്ടുണ്ട്, W വന്നു, L, ഓക്കെ, C വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ ലിയോ, ക്യാൻസർ, ചിങ്ങം വന്നു, കർക്കിടകം വന്നു, മേടം, തുലാം, കന്നി, ഇടവും വന്നിട്ടുണ്ട്. അപ്പം ഇനി കാർഡ് എടുക്കുമ്പോൾ എല്ലാം സോഡിയക് സൈനും ഇതിൻ്റെ അകത്ത് വരും. അപ്പോൾ സോഡിയക് സൈൻ നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതായിരുന്നു നിങ്ങളുടെ റിലേഷനിൽ ഫസ്റ്റ് നടന്നിരുന്നത്. നമുക്ക് ഒരുപാട് ഇമോഷണലായിട്ട് ആരോ എനർജി അയക്കുന്നു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഈ ഒരു സമയത്ത് ഒരുപാട് എനർജി അയക്കുന്നുണ്ട്. ഭയങ്കര സങ്കടത്തോടെ ആരോ ഇരിക്കുന്നുണ്ട്, ഭയങ്കര സങ്കടം, തകർന്നിരിക്കുന്ന മനസ്സോടുകൂടി ആരോ ഇരിക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ വേൾഡ് വന്നിരിക്കുന്നത്? ഓക്കെ, ഇത് എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. ചില വ്യക്തികളുടെ ലൈഫിൽ ഒരു ചതി സംഭവിച്ചു, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ചതി സംഭവിച്ചതിന് ശേഷം നിങ്ങൾ ഇനി റിലേഷനോ അല്ലെങ്കിൽ മറ്റാരും എൻ്റെ ലൈഫിൽ വേണ്ട എന്നും പറഞ്ഞിരിക്കുന്ന സമയത്തായിരിക്കും ഈ ഒരു റിലേഷൻ നിങ്ങൾക്ക് വരുന്നത്. നിങ്ങൾക്ക് മറ്റൊരു റിലേഷൻ ഉണ്ടായിരിക്കാം, അത് എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടായിരിക്കുന്ന സമയത്ത് ഇനി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആരെയും വിശ്വസിക്കുന്നില്ല. അപ്പോൾ അതിൽ നിന്നൊരു ചതി കിട്ടിയതിന് ശേഷം നിങ്ങളിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നത്. അപ്പം നിങ്ങൾ വിചാരിച്ചു മറ്റ് വ്യക്തിക്ക് ബദലായിട്ട് ദൈവം അനുഗ്രഹിച്ച് തന്ന ഒരു വ്യക്തിയാണ് ഇത് എന്ന് നിങ്ങൾ വിശ്വസിച്ചു. നിങ്ങൾ ചതിക്കപ്പെട്ടു. ഇതിന് മുന്നേ ഉള്ള റിലേഷന് നിങ്ങൾ ചതിക്കപ്പെട്ടു. അപ്പോൾ ഇനി വരുന്ന റിലേഷനിലും നിങ്ങൾക്ക് അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് നിങ്ങൾ വിശ്വസിച്ചു. പക്ഷേ ഇവിടെ വന്നത് ഒരു ചതി തന്നെയായിരുന്നു. നിങ്ങളുടെ ഇടയിലേക്ക് ഒരു വ്യക്തി കൂടി നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്നു. ഇവിടെയും തേർഡ് പാർട്ടിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ ചതിയാണ് വന്നിരിക്കുന്നതെങ്കിൽ ഇവിടെ ഐസൊലേഷനും തേർഡ് പാർട്ടിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഐസൊലേഷനിലേക്ക് പോകുന്ന വിധം നിങ്ങളെ ഒറ്റപ്പെടുത്തി. നിങ്ങളുടെ പേഴ്സൺ മറ്റൊരു വ്യക്തിക്ക് സ്ഥാനം നൽകിക്കൊണ്ട് നിങ്ങളെ ഒറ്റപ്പെടുത്തി. ഓക്കെ, പ്രസൻറ്റിൽ അങ്ങനെയാണ് വരുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇത്രയും സ്നേഹത്തോടു കൂടി 2 ഓഫ് കപ്പിൻ്റെ സ്നേഹത്തോടു കൂടി ഇരുന്ന വ്യക്തി, ഓക്കെ, നിങ്ങളെ വിവാഹം കഴിക്കാം അല്ലെങ്കിൽ വിവാഹം പോലെ ലിവിങ് ടുഗദർ പോലെ ആയിരുന്ന വ്യക്തി, നിങ്ങളെ ലോകമായി കണ്ടിരുന്ന വ്യക്തി, ഓക്കെ, ഇതിൻ്റെ ഇടയിൽ മറ്റൊരു വ്യക്തിയുടെ കടന്നുവരവുണ്ടായി. ഓക്കെ, മറ്റൊരു വ്യക്തിയുടെ കടന്നുവരവുണ്ടായി. ഇവിടെ ചതി സംഭവിക്കുകയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ പോലും അറിയാതെ വേറൊരു വ്യക്തി കടന്നു വന്നു. അപ്പം നിങ്ങൾ ഐസൊലേഷനായി, നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി. ഓക്കെ, നിങ്ങൾ ഒറ്റപ്പെട്ട് നിങ്ങൾ അതീവമായ പെയിനിലൂടെ കടന്നു പോകുന്ന അവസ്ഥയിൽ വന്നു. നിങ്ങളുടേത് മാത്രമായിരുന്ന ലോകമായിരുന്നു അത്. നിങ്ങളുടെ മാത്രം ലോകത്തേക്ക് മറ്റൊരു വ്യക്തിയുടെ കടന്നുകയറ്റം നിങ്ങളെ ഒരുപാട് തകർച്ചയിലേക്ക് കൊണ്ടുപോയി. മാനസികമായിട്ട് നിങ്ങളുടെ ഡിപ്രഷനിലേക്ക് പോയി. ഓക്കെ, നിങ്ങൾ മറ്റ് പല കാര്യങ്ങളും നിങ്ങൾ ഈ ഭൂമിയിൽ തന്നെ വേണ്ട എന്ന് പോലും ചിന്തിക്കുന്ന രീതിയിൽ കൂടി കടന്നുപോയ പല വ്യക്തികളും ഇത് കാണുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ണുനീരല്ലാണ്ട് ഒരു പുഞ്ചിരി എന്ന് പറയുന്ന കാര്യമേ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയത്ത് കടന്നു പോകുന്നില്ല. നിങ്ങൾ മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്ട്രെങ്ത് കാണിക്കുന്നു എങ്കിലും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ അതീവ പെയിനിൽ, ഞാൻ ഇങ്ങനെ സംഭവിച്ചു പോയല്ലോ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വീണ്ടും സംഭവിച്ചല്ലോ. ചില വ്യക്തികൾക്കാണ് വീണ്ടും സംഭവിക്കുന്നത്, മറ്റു ചിലവർക്ക് വീണ്ടും സംഭവിക്കുന്നില്ല. അപ്പം ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ലവ് തേർഡ് പാർട്ടി മാത്രമല്ല. ചില വ്യക്തികൾക്ക് ലവ് തേർഡ് പാർട്ടി ആയിരിക്കും, മറ്റു ചിലവർക്ക് ഫാമിലി ആയിരിക്കും. ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്ക് എന്തെങ്കിലും ജലസ് കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഫാമിലി തന്നെ ആയിരിക്കത്തില്ല, ഫ്രണ്ട്സ് ആയിരിക്കാം, എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യം കൊണ്ട് ചില വ്യക്തികൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ
കാണുമല്ലോ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി അത് വേറൊരാളിലേക്ക് പോകുന്നത് എനിക്ക് താല്പര്യപ്പെടുന്നില്ല. ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പാണെന്ന് വെച്ചോ, ഭയങ്കര കൂട്ടുകാരികളാണ് 2 പേര്. അപ്പം ആ കൂട്ടുകാരി ഒരാളെ വിവാഹം കഴിച്ച് പോയപ്പോഴത്തേക്ക് അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നു. പക്ഷേ ഇവർക്ക് രണ്ടാമത് നിൽക്കുന്ന വ്യക്തിക്ക് അത് സഹിക്കത്തില്ല ഉള്ള രീതിയിൽ നിൽക്കുന്ന വ്യക്തികൾ കാണും. ചിലപ്പോൾ ഫാമിലി തന്നെ, പേരൻസ് തന്നെ അങ്ങനെ ചില കാര്യങ്ങൾ കാണും. ഓക്കെ, അപ്പം അതും ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ ലോകമായിരുന്ന, നിങ്ങൾ വലിയ സന്തോഷമായിരുന്ന ലൈഫിലേക്ക് ഒരു കടന്നുകയറ്റം, ഒരു ദുഷ്ടചിന്ത, മറ്റൊരു വ്യക്തിയുടെ ദുഷ്ടചിന്ത കടന്നു വന്നു. ഓക്കെ, അങ്ങനെ കടന്നു വന്നു, നിങ്ങളെ സെപ്പറേറ്റ് ആക്കി, നിങ്ങളെ ഐസൊലേഷനിലാക്കി. നിങ്ങളുടെ പേഴ്സണും ഐസൊലേഷനിൽ പോയി ഒരുപാട് ദുഃഖവും വേദനയും നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. ഓക്കെ, അതിനുശേഷം എന്താണ് ഉണ്ടായത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾക്ക് പിന്നെ എഴുന്നേൽക്കാൻ വയ്യാത്ത അവസ്ഥയായി. നിങ്ങൾ ചെയ്യുന്നതെല്ലാം വീണ്ടും 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 കുരുക്കിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഉണരാൻ ശ്രമിക്കും. റിലേഷൻഷിപ്പ് നേരെയാക്കാൻ വേണ്ടി നിങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങുമ്പോഴെല്ലാം അത് പോസിറ്റീവിന് പകരം നെഗറ്റീവായിട്ടാണ് റിലേഷൻഷിപ്പിൽ വന്നുകൊണ്ടിരുന്നത്. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് വീണ്ടും അടുക്കാൻ ശ്രമിക്കും തോറും ആ അടുക്കാൻ ശ്രമിക്കുന്നത് പിന്നും വീണ്ടും റിലേഷനിൽ വിള്ളലുകൾ ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് ഫോൺ ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് മെസ്സേജ് അയക്കുന്നു, അതൊക്കെ റിലേഷനെ വിള്ളൽ കൂട്ടിക്കൊണ്ടേയിരുന്നു. നിങ്ങളുടെ പിന്നീട് വന്നിരുന്ന ഓരോ കോളും മെസ്സേജിനും ഒക്കെ നിങ്ങൾക്ക് വിള്ളൽ കൂടി വന്നുകൊണ്ടിരുന്നു. ഇപ്പോഴും നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ, നിങ്ങളുടെ ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ പേഴ്സൻ്റെ ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ ലവ് തേർഡ് പാർട്ടി ആയിരിക്കാം. ആരോ നിങ്ങളുടെ ജീവിതത്തെ തകർത്തു, നിങ്ങളെ സെപ്പറേറ്റ് ആക്കിക്കൊണ്ട് മധ്യത്ത് ഒരാൾ നിന്ന് ചിരിക്കുകയാണ്. നിങ്ങളെ രണ്ടുപേരെയും 2 രീതിയിലാക്കിയിട്ട് അവർ വിജയിച്ചു എന്നുള്ള രീതിയിൽ നിങ്ങളെ രണ്ടാക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് ഈ തേർഡ് പാർട്ടിക്ക് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ 2 ആക്കി അവർ വിജയിച്ചു എന്നുള്ളതിൽ മാറ്റിയിട്ട് നിങ്ങൾ ഈ സന്തോഷിച്ച് ഒരുപാട് ജയവും ആഘോഷവും എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു നിങ്ങളുടെ പേഴ്സണുമായിട്ട്. അതിൽ നിന്നെല്ലാം മാറിയിട്ട് നിങ്ങൾ ഇതുപോലെ ഇരുന്ന് കരയുന്ന അവസ്ഥയിൽ കൂടി നിങ്ങളുടെ റിലേഷൻ പോയി. ഇപ്പം നിങ്ങൾക്ക് ഒന്നിനു മേലെ ഒന്നായിട്ട് പലതും കുരുങ്ങി മറിഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയിലാണ് നിങ്ങൾ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ അതിൽ നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഏതവസ്ഥയിലാണോ ഒരുപാട് ചുറ്റപ്പെട്ട്, ഇപ്പോൾ ഇതിൽ നോക്കി തന്നെ നമുക്ക് കാണാൻ കഴിയും, ഇവിടെ എന്താണ് എന്ന് പോലും അറിയാൻ വയ്യാതെ കൈയും കാലും തലയും എല്ലാം കെട്ടി ഒന്ന് നൂന്ന് നിൽക്കാൻ പോലും കഴിയാത്ത വിധം തകർന്നിരിക്കുന്ന അവസ്ഥയാണ്. രക്ഷപ്പെടാൻ കഴിയത്തില്ല. പുറകിൽ നിന്നുള്ള മർദ്ദനം, ആരാണ് എന്താണ് ചെയ്തതെന്ന് പോലും നിങ്ങൾക്ക് അറിയത്തില്ല. ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്, ആരാണ് ഇതിൻ്റെ പിന്നിൽ എന്നൊന്നും അറിയത്തില്ല. എല്ലാം നിങ്ങളെ ഊഹാപോഹങ്ങളല്ലേ. അവരായിരിക്കുമോ, ഇവരായിരിക്കുമോ, എന്നെ ചതിച്ചത് ആരായിരിക്കും? നമ്മൾ ചിലപ്പം ചില സമയങ്ങളിൽ നമ്മുടെ ഗസ്സിങ് ശരിയാകത്തില്ല, ചിലത് ശരിയാകും. ഓക്കെ, അപ്പോൾ അത്രത്തോളം പെയിൻ സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും യൂണിവേഴ്സിൻ്റെ ഒരു ബ്ലെസ്സിങ്, അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഒരു സമാധാനം നിങ്ങളിലേക്ക് ഉദിച്ചു വരുന്നുണ്ട് ഈ ഒരു സമയത്ത്. ഓക്കെ, ഇനി നമ്മൾ എടുക്കുന്നത് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണെന്നാണ്. ഇപ്പോൾ ആദ്യം എടുക്കാൻ പോകുന്നത് ലവ് തേർഡ് പാർട്ടിക്കുള്ളതല്ല, ലവ് തേർഡ് പാർട്ടി ഒഴികെയുള്ളതാണ് എടുക്കുന്നത്. ഓക്കെ, ആദ്യം എടുക്കുന്നത് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള കറണ്ട് സിറ്റുവേഷൻ ഇപ്പോൾ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണ്? ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ് തന്നതിനാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. അവരുടെ ഇടയിൽ ഇപ്പം ചില മാനസിക പ്രശ്നങ്ങളും ഒക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ അവർക്ക് ഒന്നിനെക്കുറിച്ചും ഫോക്കസ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ പോകുന്നത്. നിങ്ങളുടെ ലൈഫിനെക്കുറിച്ച്, പേഴ്സൻ്റെ ലൈഫിനെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ ഗ്രോത്തിനെ കുറിച്ചോ ഒന്നും ശ്രദ്ധിക്കാൻ അവരിപ്പോൾ ഒരുപാട് പെയിൻ സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഫാമിലിയിൽ നിന്നാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കാം. എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം.
നിങ്ങളുടെ പേഴ്സണെ ഒരുപാട് പുകഴ്ത്തിയും ഒക്കെ പറഞ്ഞിരുന്നു, ഒരുപാട് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തി പറഞ്ഞിരുന്ന വാക്കുകളെല്ലാം ഇപ്പം തലതിരിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവരെ കൂടെ സപ്പോർട്ട് ചെയ്ത്, അല്ലെങ്കിൽ മകളാണോ അല്ലെങ്കിൽ മകനാണെങ്കിൽ അവരെ കൂടെ സപ്പോർട്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളാണ് ഏറ്റവും നല്ലത് എന്നൊക്കെ സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരുന്നതൊന്നും ഇപ്പോൾ അവിടുന്ന് കിട്ടുന്നില്ല. അവിടുന്ന് അവർക്ക് ഒരുപാട് മാനസികമായിട്ടുള്ള പെയിനാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഫൈനാൻഷ്യലായിട്ടും ഒക്കെ അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട്. ഫൈനാൻഷ്യലായിട്ടൊക്കെ നിങ്ങളുടെ പേഴ്സണെ തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ള വ്യക്തികൾ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട്. നമുക്കിത് ക്ലാരിഫൈ ചെയ്യാം. നിങ്ങളുടെ പേഴ്സണെ ഇപ്പോൾ ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടി അവരുടെ ലൈഫിൽ ന്യൂ ബിഗിനിങ്, ചിലപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻ്റെ ന്യൂ ബിഗിനിങ് ആയിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ മറ്റെന്തിനോ വേണ്ടിയിട്ട് അവർ കാത്തിരിക്കുകയാണ്. പക്ഷെ അതിനൊക്കെ എതിരായി നിൽക്കുകയാണ് തേർഡ് പാർട്ടി ഈ ഒരു സമയത്ത്. അവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ടോ ഒന്നും തേർഡ് പാർട്ടി കൂടെ നിൽക്കുന്നില്ല. തേർഡ് പാർട്ടി അവരെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവരെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ വരുന്ന നന്മകളെ അവരെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത്. ഓക്കെ, ഇപ്പം ഹാങ്ഡ് സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നത്. അവർക്കിപ്പം തേർഡ് പാർട്ടിയുടെ പെയിനും നിങ്ങളുടെ റിലേഷനിലുള്ള പെയിനുമായിട്ട് കൺഫ്യൂഷനായിട്ട് ഇരിക്കുന്ന അവസ്ഥയാണ്. അവർക്കിപ്പോൾ ഒന്നും കാണാൻ കഴിയുന്നില്ല. ആകെ തകർന്നു പോയ അവസ്ഥയിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് പോകുന്നത്. ഇത് ഫാമിലി തേർഡ് പാർട്ടിയാണ്, അല്ലെങ്കിൽ ഫ്രണ്ട്സ് തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കാം. ഓക്കെ, ഫാമിലി വരും. ഓക്കെ, ബാലൻസിങ്ങിലില്ല. അവിടെ ഇപ്പം ഇത്രയും നാൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ബാലൻസ് ഇല്ലാത്ത അവസ്ഥയിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നത്. ഒരു വിജയത്തെക്കുറിച്ച് അവർ കാണുന്നില്ല. ഒരുപാട് പെയിൻ സിറ്റുവേഷൻ അവരനുഭവിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷനിൽ അവരുടെ ജീവിതത്തിൽ നിങ്ങളെക്കുറിച്ചുള്ള ഒരു ഇതും ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ലഭിക്കില്ല എന്നാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത്. നിങ്ങളോട് മാപ്പ് പറയുന്ന അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഒരുപാട് പെയിനാണ്. അവരിപ്പം ഐസൊലേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ടുള്ള സിറ്റുവേഷൻ ഇതാണ്. നമുക്ക് ലവ് തേർഡ് പാർട്ടിയുടെ കൂടി എടുക്കാം. ഓക്കെ, പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സൺ ലവ് തേർഡ് പാർട്ടി ആണെങ്കിൽ ഇപ്പം ലവ് തേർഡ് പാർട്ടിയും പേഴ്സണും തമ്മിലുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണ്? ലവ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള കറണ്ട് സിറ്റുവേഷൻ. ലവ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണ്? പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മി. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ് തന്നതിനാൽ നന്ദി. താങ്ക് യു. അവിടെ ഓരോ കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സണെ ഒരുപാട് ഉപദേശിക്കുകയാണ്. അവരടക്കി ഭരിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സൺ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ്. രണ്ട് മനസ്സോടു കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ ഇരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ സ്വപ്നങ്ങളൊന്നും അവിടെ സാധിക്കുന്നില്ല. ഒരുപാട് സ്വപ്നങ്ങളും അംബീഷനുമായിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും മുന്നോട്ടെടുക്കാൻ സാധിക്കുന്നില്ല. ബാലൻസ് കിട്ടുന്നില്ല. സാമ്പത്തിക ബാലൻസിങ് ലഭിക്കുന്നില്ല. സമ്പത്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ബാലൻസ് ലഭിക്കുന്നില്ല. തേർഡ് പാർട്ടി എന്താണോ ഓർഡർ ഇടുന്നത് അത് മൊത്തവും ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, തേർഡ് പാർട്ടിയുടെ ആജ്ഞയ്ക്കനുസരിച്ച് വേണം നിങ്ങളുടെ പേഴ്സൺ നിൽക്കുവാൻ. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും അതിൻ്റെ മധ്യത്താണ് തേർഡ് പാർട്ടി കൂടി പറയുന്ന അനുസരിച്ച് നിൽക്കേണ്ടി വരുന്ന അവസ്ഥ വരുന്നത്. ഇപ്പോൾ രണ്ട് മനസ്സോടു കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. ഇവിടെ ഒരു സിംഗിൾ മദറിനെ കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആകാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആകാം. ഓക്കെ, തേർഡ് പാർട്ടി ആകാനും സാധ്യതയുണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നമുക്കതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മി. എന്തുകൊണ്ടാണ് ഇവിടെ പേജ് ഓഫ് പെൻഡിക്കിൾ വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ പേജ് ഓഫ് പെൻഡിക്കിൾ വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. ഡബിൾ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണെ അവർ ശാരീരികമായിട്ടാണെങ്കിലും ശരി തന്നെ അവർ കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്നത് കൺട്രോളിംഗ് ആണ്. ശാരീരിക കൺട്രോളിങ് വരെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, പിന്നെ ബ്ലാക്ക് മാജിക് കൊണ്ട് നല്ല രീതിയിൽ ബ്ലാക്ക് മാജിക്കിലാൽ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. സാമ്പത്തികമായിട്ട് അവരിൽ നിന്ന് സമ്പത്തൊന്നും പുറത്തോട്ടൊന്നും പോകരുത് എന്ന് വിചാരിച്ച് കൺട്രോൾ ചെയ്യുന്നവരുണ്ട്. സമ്പത്തല്ല എന്നുണ്ടെങ്കിൽ ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്.
നിങ്ങളുടെ പേഴ്സൺ മറ്റെങ്ങും പോകാൻ പാടില്ല എന്നുള്ളൊരു ചെറിയൊരു ബ്ലാക്ക് എനർജിയിൽ കൂടിയാണ് ഇവിടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ്, ഫാമിലി സിറ്റുവേഷനിലല്ല. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. എന്തുകൊണ്ടാണ് അവിടെ ക്യൂൻ ഓഫ് സോഡ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ക്യൂൻ ഓഫ് സോഡ് വന്നിരിക്കുന്നത്? നിങ്ങൾ കറക്റ്റ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് റീഡിങ് ലഭിക്കും. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആലോചിക്കുകയാണ്. അവിടെ നിൽക്കാൻ കഴിയുന്നില്ല, കാരണം അത്രത്തോളം നിങ്ങളുടെ പേഴ്സണെ അവർ കൺട്രോൾ ചെയ്യുന്നുണ്ട്. തേർഡ് പാർട്ടി കൺട്രോൾ ചെയ്യുന്നുണ്ട്. അവരുടെ ആജ്ഞ അനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുന്നുള്ളൂ. ഒരു ഫ്രീഡവും അവിടെ ലഭിക്കുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങളാണ് ആ പിറകെ കാണിക്കുന്ന ആ ഒരു ക്ലൗഡ് എന്ന് പറയുന്നത്. ഇവരനുഭവിക്കുന്നതായിട്ടുള്ള മാനസിക പ്രശ്നങ്ങളാണ് അധികമുണ്ട്, ഏറെയുണ്ട്. അവർക്കൊന്നും കാണാൻ പോലും കഴിയാത്ത വിധം തടഞ്ഞു വച്ചിരിക്കുന്നതാണ്. പിന്നെ നല്ല രീതിയിലുള്ള കാറ്റെന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവർക്ക് സഹിക്കുന്നതിലും അപ്പുറമായിട്ടുള്ള മാനസിക പ്രശ്നങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും, അവർക്ക് നിൽക്കാൻ വയ്യാത്ത അവസ്ഥ. കാരണം ഒരു അത്രയും കാറ്റ് വരുന്ന സമയത്ത് കണ്ണുപോലും കാണാൻ പറ്റത്തില്ല, പൊടിപടലങ്ങളാൽ നിൽക്കാൻ പറ്റത്തില്ല, അപകട സാധ്യത കൂടുതലും ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ കാണുന്നുണ്ട്. അപ്പം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ച് മറ്റെങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ടാലോ എന്ന് ആലോചിക്കുകയാണ്. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നും രക്ഷപ്പെടുന്നതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുകയാണ്, എങ്ങനെയാണ് പുറത്ത് കടക്കേണ്ടത്. അപ്പോൾ തേർഡ് പാർട്ടി സ്ട്രോങ് ആണെങ്കിൽ അവർ നിങ്ങളുടെ പേഴ്സണെ കെട്ടിയിട്ടേക്കുകയാണ്. ഇവിടെ എന്തായാലും കെട്ടിയിട്ടിട്ടുണ്ട്. ബ്ലാക്ക് മാജിക്കാണ്. നിങ്ങളുടെ പേഴ്സണ് അത്ര പെട്ടെന്ന് പുറത്തിറങ്ങാൻ കഴിയത്തില്ല. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. എന്തുകൊണ്ടാണ് ഇവിടെ 2 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ഇവിടെ 2 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ചില നിയമ കുരുക്കുകളിലൊക്കെ നിങ്ങളുടെ പേഴ്സൺ പെട്ടുകിടക്കുകയാണ്. കുരുക്കുകളൊക്കെ ഉണ്ട്. നിങ്ങളുടെ പേഴ്സൺ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും നിയമപരമായിട്ട് അവർ കേസ് കൊടുക്കും. അവരെ യൂസ് ചെയ്തെന്നോ അല്ലെങ്കിൽ തട്ടിപ്പ് നടത്തിയെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രാപ്പിൽ നിങ്ങളുടെ പേഴ്സണെ കുടുക്കിയിട്ടിരിക്കുകയാണ്, ഏതോ ട്രാപ്പിൽ കുടുക്കിയിട്ടിരിക്കുകയാണ്. നിയമപരമായിട്ട് ഇടപെടും. അല്ലെങ്കിൽ നിങ്ങൾ പൈസ ഇടപാടോ എന്തെങ്കിലും തേർഡ് പാർട്ടിയുമായിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം രേഖാമൂലം എഴുതി വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കുടുക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സൺ ചിന്തിച്ച് പോലും കാണത്തില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ തേർഡ് പാർട്ടി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ അത് നാളൊരു സമയത്ത് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിരിക്കുന്ന വജ്രായുധമാക്കി വെച്ചിരിക്കുന്നതെന്നോ നിങ്ങളുടെ പേഴ്സൺ അറിയത്തില്ലായിരുന്നു. പക്ഷേ ഈ ഒരു സമയത്ത് ആകെ തകർന്ന അവസ്ഥയാണ്. ലൈഫ് ഇനി മുന്നോട്ട് എങ്ങനെ ആയിരിക്കുമെന്ന് പോലും അറിയാൻ വയ്യാത്ത വിധം തേർഡ് പാർട്ടി വിട്ടുപോയി കഴിഞ്ഞാൽ എന്തായാലും കേസുമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് തേർഡ് പാർട്ടി പോകുമെന്ന് ഭയപ്പെടുന്നുണ്ട്. അപ്പം ഈ ഒരു സമയത്ത് മറ്റൊരു കാര്യത്തെക്കുറിച്ചും ചിന്തിക്കാൻ പറ്റുന്നില്ല. അവരുടെ മുമ്പിലുള്ള ആ ഒരു സങ്കടത്തെക്കുറിച്ച് മാത്രമാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ വളരെ ദുഃഖിച്ചിരിക്കുകയാണ്. ഇമോഷണൽ പരമായിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ സങ്കടത്തിലാണ്, ചെന്ന് പെട്ടുപോയി. ഇപ്പോൾ കേസും വഴക്കുമായിട്ടൊക്കെ പോകേണ്ടി വരും. തേർഡ് പാർട്ടിയിൽ നിന്ന് ഊരിപ്പോകാൻ വയ്യാത്ത അവസ്ഥയാണ്. തേർഡ് പാർട്ടിയിൽ നിന്ന് പോകണമെങ്കിൽ കേസാണ്. കേസ് ഒഴിഞ്ഞെങ്കിൽ മാത്രമേ വൈഫ് ഇതിൽ വരും കേട്ടോ. ഈ ഒരു ലവ് തേർഡ് പാർട്ടിയിൽ വൈഫ് ഹസ്ബൻഡ് ഈ ഒരു റീഡിങ്ങിൽ വരും. ലവ് തേർഡ് പാർട്ടിയിലാണ് വൈഫ് വരുന്നത്. മറ്റത് പാരൻസും കാര്യങ്ങളും ഫ്രണ്ട്സൊക്കെയാണ് ആദ്യത്തെ റീഡിങ്ങിൽ വരുന്നത്. ഇതിൽ വൈഫ് ഉൾപ്പെടും. അപ്പം ഇതിൽ വൈഫിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ ഹസ്ബൻഡിൽ നിന്ന് മാറണമെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പ് നേരെ ചൊവ്വേ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കേസുമായിട്ടായിരിക്കും പോകുന്നത്. ചില വ്യക്തികൾക്കാണ് ഇത് ഫാമിലി തേർഡ് പാർട്ടി ആകുന്നത്. ഒരു വിധത്തിൽ യോജിച്ച് പോകാത്ത ആൾക്കാർ കാണും. റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നു എന്നുണ്ടെങ്കിലേ ഉള്ളൂ, മാനസികമായി ഒരു അടുപ്പവും ഇല്ലാത്ത റിലേഷൻ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ കാണും. ഓക്കെ, അങ്ങനെയുള്ളവരുടെ റീഡിംഗ് ആണ്. സന്തോഷമായി പോകുന്നവരുടെ റീഡിംഗ് അല്ല. ചിലപ്പം ഭാര്യ ഭർത്താക്കന്മാർ ജീവിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ മക്കൾക്ക് വേണ്ടിയിട്ടെങ്കിലും, അല്ലാതെ ഇതിലൊരു സ്നേഹമോ ഇമോഷണൽ പരമായിട്ട് യാതൊന്നും കാണുന്നില്ല. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളോട് എന്താണ് ഈ കറണ്ട് സിറ്റുവേഷനിൽ കറണ്ട് ഫീലിങ്സ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനുള്ളത്? പ്ലീസ് ഗൈഡ് മീ. എന്താണ് നിങ്ങളോട് പറയാനുള്ളത്? കാർഡ് കൂടി തന്നെ ചോദിക്കാം. പ്ലീസ് ഗൈഡ് മീ. ഈ കറണ്ട് ഫീലിങ്സ്, ഈ കറണ്ട് സിറ്റുവേഷനിൽ എന്താണ് എൻ്റെ വ്യൂസിനോട് പറയാനുള്ളത്? താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. എന്ത് കാര്യമാണ് ഈ ഒരു സമയത്ത് പറയാനുള്ളത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിനോട് എന്ത് കാര്യമാണ് പറയാനുള്ളത്?
താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നിങ്ങളോട് നിങ്ങളടുത്തോട്ട് വരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട്. യാത്ര ചെയ്ത് ചിലപ്പോൾ നിങ്ങൾ മാനസികമായിട്ട് ദൂരെ ആയിരിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോർമലി താമസിക്കുന്നത് ദൂരെ ആയിരിക്കാം, അല്ലെങ്കിൽ മാനസികമായിട്ട് അടുത്ത് തന്നെ ഒരു റൂമിൽ തന്നെ താമസിച്ചിരുന്നാലും ചിലപ്പം മാനസികമായിട്ട് ദൂരെ ആയിരിക്കാം. ഓക്കെ, അപ്പം നിങ്ങളിലേക്ക് തിരിച്ച് വരണം. നിങ്ങൾ എത്ര ദൂരെ ആയിരുന്നാലും ഇനി നിങ്ങളിലേക്ക് തിരിച്ച് വരണം. കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവർക്ക് സമാധാനമില്ല, ഒരുപാട് പെയിൻ സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ ഫാമിലി ആണെങ്കിൽ തന്നെയും അവർ ഹൃദയം മുറിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളും കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ടോ? അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കഴിഞ്ഞാൽ എന്നേക്കുമായിട്ട് ഫാമിലി, ചിലപ്പോൾ ഇത് കാണുന്ന ഫാമിലി ആണെങ്കിൽ അവർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പം റിലേഷൻഷിപ്പ് എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുമെന്ന് അവർ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളിലേക്ക് വരണമെന്ന്, യാത്ര ചെയ്ത് വരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് എന്ത് സിറ്റുവേഷൻ തന്നെയാണെങ്കിലും ശരി തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി പ്ലാൻ ചെയ്യുകയാണ്. നിങ്ങളുടെ വീട് പണിയുന്നതിനെക്കുറിച്ചൊക്കെ ഓരോരുത്തർ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുകയാണ് നിങ്ങൾ ചിലപ്പോൾ വീട് പണിയുന്നതിനെക്കുറിച്ചും അല്ലെങ്കിൽ സെപ്പറേറ്റ് മാറിപ്പോകുന്നതിനെക്കുറിച്ചൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം അവർ പ്ലാൻ ചെയ്യുകയാണ്. അവർ ട്രാവൽ ചെയ്ത് വരണം, മാറി താമസിക്കണം എന്നൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി തരുന്ന മെസ്സേജാണ്. ഓക്കെ, ഇതുവരെയും നിങ്ങളുടെ മെസ്സേജോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല, നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ, ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം അവർ ചിന്തിക്കുകയാണ് നിങ്ങൾ എന്തുമാത്രം പ്രാവശ്യം അവരുടെ മുന്നിൽ വന്നിട്ടുണ്ട്, ബ്ലോക്ക് മാറ്റണമോ എന്ന് ചിന്തിക്കുന്നുണ്ട്. ബ്ലോക്ക് മാറ്റാൻ ചിന്തിക്കുകയാണ്. നിങ്ങൾ എത്രത്തോളം പോസിറ്റീവ് ആകുമോ അപ്പോൾ അത്രത്തോളം ആ ഒരു മാനിഫെസ്റ്റേഷൻ അവിടെ നടക്കും. നിങ്ങൾ പോയി നോക്കുമ്പോൾ ഒരുപാട് വട്ടം പോയി നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർ ബ്ലോക്കൊന്നും മാറ്റത്തില്ല. നിങ്ങൾ എപ്പോഴാണ് ശ്രദ്ധ ഇല്ലാതിരിക്കുന്നത് ആ സമയത്താണ് അവർ നിങ്ങളെ ശ്രദ്ധിച്ച് തുടങ്ങുന്നത്. ഓക്കെ, ജീവിതത്തിൽ ടവർ നിങ്ങളുമായിട്ടുണ്ടായ ആ ടവർ നിമിഷം, അവസാനമായി പിരിഞ്ഞു പോയ നിമിഷത്തെക്കുറിച്ച് അവർ ഈ ഒരു സമയത്ത് ഓർക്കുന്നുണ്ട്. അത് വേണ്ടില്ലായിരുന്നോ, അത് വേണ്ടായിരുന്നോ, അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വരില്ലായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഈ ഒരു അവസ്ഥയിൽ കൂടി പോകേണ്ടതായിട്ട് വരില്ലായിരുന്നു എന്ന് ചിന്തിക്കുന്നുണ്ട്. യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സ് എന്താണ് നിങ്ങൾക്ക് തരുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂവേഴ്സിന് ഈ റിലേഷനെ ബേസ് ചെയ്ത് കൊടുക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂവേഴ്സിന് ഈ റിലേഷൻ ബേസ് ചെയ്ത് കൊടുക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾ വർക്ക് ചെയ്യണം. നിങ്ങൾ വർക്ക് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കാര്യവും നടക്കത്തില്ല. നിങ്ങൾ പറയും നിങ്ങളുടെ പേഴ്സൺ ഈ ആഴ്ച തന്നെ വരും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ ആഴ്ച വരെ നിങ്ങൾ എന്ത് ചെയ്യും? ബ്ലോക്ക് മാറ്റിയോ, പേഴ്സൺ എവിടെയാണ്, പേഴ്സൻ്റെ ഫേസ്ബുക്ക്, പേഴ്സൺ എന്തെങ്കിലും സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടോ, എന്താണ് അവസ്ഥ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, നിങ്ങൾ അഫർമേഷൻ ചെയ്യുക. ഓക്കെ, പക്ഷേ പെയിൻ ആവാൻ പാടില്ല. നിങ്ങളുടെ പേഴ്സൺ വരും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ വർക്കുകളിലേക്ക് നിങ്ങൾ ശ്രദ്ധ വയ്ക്കുക. ഓക്കെ, നിങ്ങളുടെ കർമ്മ എന്താണോ, നിങ്ങളുടെ വീട്ടുകാരിൽ ആരോടെങ്കിലും സ്നേഹമോ സമയമോ കൊടുക്കാതിരിക്കുന്നുണ്ടോ, നിങ്ങൾ വീട്ടുകാരോടൊപ്പം ചിലവഴിക്കുക. നിങ്ങൾ അവരോട് സമയം കൊടുക്കുക, അവരെ സ്നേഹിക്കുക, അവരെ കെയർ ചെയ്യുക. പ്ലാന്റുകളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ താല്പര്യപ്പെടുന്നവർ പ്ലാന്റ്സുകളൊക്കെ വെച്ച് പിടിപ്പിക്കുക, അതുമായിട്ട് ഒരുപാട് സമയം ചിലവഴിക്കുക, അതിന് വെള്ളം കൊടുക്കുക. ഓക്കെ, അതിൽ മോശമായ കീടങ്ങളൊക്കെ പറ്റിയിരിക്കുന്നെങ്കിൽ അതൊക്കെ വൃത്തിയാക്കുക. നിങ്ങൾ കുറച്ച് സമയം മാനസികമായിട്ടാണെങ്കിലും ശരിയാണ്, നിങ്ങൾ കുറച്ച് ബിസി ആകാനാണ് യൂണിവേഴ്സ് പറയുന്നത്. പിന്നെ നിങ്ങൾ ഇന്ന് കേൾക്കുന്ന റീഡിങ് നാളെ തന്നെ നടക്കണം. നിങ്ങളുടെ പേഴ്സൺ ഇന്ന് നിങ്ങളെ ബ്ലോക്ക് ചെയ്തു, നാളെ തന്നെ ബ്ലോക്ക് മാറണം എന്ന് പറഞ്ഞ് നിങ്ങൾ ഇരിക്കരുത്. എന്തിനും ഏതിനും ഒരു സമയമുണ്ട്. സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ ഉദിച്ച് വരുന്നതിന് ഇത്ര സമയമുണ്ട്. ആ ഒരു സമയം വരെ വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. നിങ്ങൾ പെട്ടെന്ന് പറയണം ആ സൂര്യൻ ഉദിച്ച്, എനിക്ക് ഇരുട്ടായി, എനിക്ക് പറ്റില്ല, എനിക്കിപ്പം തന്നെ എനിക്ക് സൂര്യൻ ഉദിച്ച് കാണണം, എനിക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാനുള്ളതാണ്, എനിക്കിപ്പം തന്നെ ഉദിച്ച് കാണണം എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല, പോസിബിളല്ല. അപ്പം കാലത്തിന് അതിൻ്റേതായ സമയമുണ്ട്. അപ്പോൾ ആ സമയം വരെയും വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ വെയിറ്റ് ചെയ്യുന്നത് നിങ്ങൾ ദുഃഖിച്ചുകൊണ്ടാണെങ്കിൽ ആ വെയിറ്റ് ചെയ്യുന്നതിൻ്റെ കാലാവധി കൂടിക്കൊണ്ടിരിക്കും. നിങ്ങൾ സന്തോഷിച്ചുകൊണ്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കാലാവധി യൂണിവേഴ്സായിട്ട് തന്നെ, കാലചക്രം തന്നെ നിങ്ങൾക്ക് കുറച്ച് കൊണ്ടുവരുന്നു. കാരണം വേനലും മഴയൊക്കെ വരുന്നത് പോലെ, മഴ ഇന്ന് നേരത്തെ വന്നു,
അല്ലെങ്കിൽ വേനലിൽ നിന്ന് നേരത്തെ വന്നു എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതുപോലെ ആ ഒരു കാലചക്രം നേരത്തെയും പതുക്കെയും വരുന്നത് എല്ലാം യൂണിവേഴ്സിൽ നിന്നാണ്. അപ്പം നിങ്ങളുടെ എനർജിയെ ബേസ് ചെയ്തായിരിക്കും നിങ്ങളിലേക്ക് വരുന്ന സന്തോഷം നേരത്തെ വരണമോ അതോ പതുക്കെ വരണമോ എന്നൊക്കെ ചിന്തിക്കുന്നത് നിങ്ങളുടെ എനർജിയെ ബേസ് ചെയ്താണ്. അപ്പം നിങ്ങൾ ഹാപ്പി ആയിരുന്നെങ്കിൽ മാത്രമേ നിങ്ങളിലേക്ക് എനർജി വരുള്ളൂ. അല്ലാതെ ഇപ്പോൾ വരും എന്നുള്ള കേട്ടത് കൊണ്ട് മാത്രം അത് വരത്തില്ല. നിങ്ങൾ പോസിറ്റീവായിരുന്നാൽ നിങ്ങൾക്ക് വരും. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് തരുന്ന യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നതായിട്ടുള്ള മെസ്സേജ്. ഓക്കെ, നിങ്ങൾക്കത് റെസനേറ്റ് ആയി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ വ്യക്തികൾക്കും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന യൂണിവേഴ്സിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളിലേക്ക് വരട്ടെ. എന്നെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്, എൻ്റെ വീഡിയോസ് കാണുന്നതുമായിട്ടുള്ള എല്ലാ വ്യക്തികളുടെയും ലൈഫിൽ അവരെന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം അവരുടെ ഉള്ളറിഞ്ഞ് തന്നെ യൂണിവേഴ്സ് ചെയ്ത് കൊടുത്തതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു.